കണ്ണൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് നിഹാദിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ സ്കൂളിലെ പ്രശ്നങ്ങൾ കാരണം അവന്റെ പഠനം മുടങ്ങിയപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നതുപോലെയായിരുന്നു. SSLC പോലും പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചിരുന്ന നിഹാദിന്റെ ജീവിതം കോവിഡ് ലോക്ഡൌൺ കാലത്ത് കൂടുതൽ ഏകാന്തത നിറഞ്ഞതായി. അങ്ങനെയിരിക്കെയാണ് വിരസമായ ദിവസങ്ങളിൽ നിന്ന് രക്ഷനേടാൻ അവൻ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയത്. തൊപ്പി എന്ന പേരിൽ ഗെയിം വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന്റെയുള്ളിലെ തമാശക്കാരൻ ഉണർന്നു. മറ്റ് യൂട്യൂബർമാരെപ്പോലെയല്ലാതെ തന്റേതായ ശൈലിയിൽ മോശം വാക്കുകളും തമാശകളും കലർത്തി സംസാരിച്ചപ്പോൾ ആദ്യം ആളുകൾക്ക് അത്ഭുതമായിരുന്നു. എന്നാൽ പിന്നീട് ആ സംസാരരീതി തൊപ്പിയുടെ ബ്രാൻഡായി മാറി. പ്രശസ്തിയുടെ കൊടുമുടിയിൽ ദിവസങ്ങൾക്കുള്ളിൽ തൊപ്പിയുടെ വീഡിയോകൾ വൈറലായി. അവന്റെ ചാനലിന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചു. പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ചതോടെ നിഹാദിന്റെ ജീവിതം പാടെ മാറി. കൂട്ടുകാരുടെയും കുടുംബത്തിന്റെയും ഇടയിൽ കളിയാക്കലുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയിരുന്ന ആ പഴയ ചെറുപ്പക്കാരൻ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ യൂട്യൂബർമാരിൽ ഒരാളായി മാറിയിരുന്നു. ഈ പ്രശസ്തി അവന് ഒരുപാട് സന്തോഷം നൽകി. അവന്റെ വീഡിയോകൾ കാണാനും അവനോട് സംസാരിക്കാനും ഒരുപാട് കുട്ടികളും കൗമാരക്കാരും അവന്റെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങി. അവരെല്ലാം തൊപ്പിയുടെ വലിയ ആരാധകരായിരുന്നു. ലൈവ് സ്ട്രീമിംഗിൽ ആരാധകരുടെ സ്നേഹം കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. സമൂഹത്തിൽ ഒന്നിനും കൊള്ളില്ലെന്ന് പലരും വിധിയെഴുതിയ ഒരു ചെറുപ്പക്കാരൻ തന്റെ കഠിനാധ്വാനം കൊണ്ട് വിജയം നേടിയതിന്റെ സന്തോഷമായിരുന്നു അത്. പ്രതിസന്ധികളുടെ കാലം. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 2023-ൽ അവൻ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് അവന്റെ വാതിൽ തകർത്ത് അകത്തുകയറി അറസ്റ്റ് ചെയ്തു. പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിനും മോശം വാക്കുകൾ ഉപയോഗിച്ചതിനും അവനെതിരെ കേസെടുത്തു. ഈ സംഭവം തൊപ്പിയുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി. അവന്റെ ആരാധകരെല്ലാം ഞെട്ടിപ്പോയിരുന്നു. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ തന്നെ അവൻ വിവാദങ്ങളിൽ അകപ്പെട്ടു. തന്റെ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ടുപോവാനുള്ള ശ്രമങ്ങൾക്കിടയിലും തൊപ്പിയെ തേടി വീണ്ടും പ്രശ്നങ്ങളെത്തി. 2025-ൽ ഒരു എയർഗൺ സംഭവത്തിന്റെ പേരിൽ വീണ്ടും അറസ്റ്റിലായപ്പോൾ അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ലെന്ന് ആളുകൾക്ക് മനസ്സിലായി. സന്തോഷത്തിന്റെയും പ്രശസ്തിയുടെയും ഒരു കഥ മാത്രമല്ല, തന്റെ കഴിവുകൊണ്ട് ഉയർന്നുവന്ന ഒരു സാധാരണക്കാരൻ താൻ ആർജിച്ച പ്രശസ്തിയെ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തൊപ്പിയുടെ ജീവിതം. പ്രതിസന്ധികൾക്ക് ശേഷം തൊപ്പിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. എങ്കിലും ഈ കഥ നമുക്കൊരു പാഠമാണ്. ഓൺലൈൻ ലോകത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രശസ്തി ഒരുപാട് സന്തോഷം തരുമെങ്കിലും അതിനൊരു മറുവശമുണ്ടെന്നും അത് നമ്മെ എപ്പോൾ വേണമെങ്കിലും തകർക്കാമെന്നും തൊപ്പിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു.